ഗുഡ് മോർണിംഗ് ടു ഓൾ. 8ാം ക്ലാസ്സിലെ ബയോളജിയുടെ 4ാമത്തെ ക്ലാസ്സാണിത്. 3 ക്ലാസ്സിലെ നോട്ട്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്നത്തെ ആദ്യത്തെ ക്ലാസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. The development of cell biology is the result of the growth in the field of research of microscope. മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തമാണ് കോശവിജ്ഞാനീയത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണം. A compound microscope magnifies an object only to 2000 times. 2000 മടങ്ങ് വലുപ്പത്തിൽ കാണിക്കാൻ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് സാധിക്കും. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂട്ടിലൈസ് ദ ഇലക്ട്രോൺസ് ഇൻസ്റ്റെഡ് ഓഫ് ലൈറ്റ് സോഴ്സ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ലൈറ്റ് നാച്ചുറൽ ലൈറ്റും ഇതിൽ ഇലക്ട്രോണുകളുടെ പ്രകാശം കൊണ്ടാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഹിസ്റ്ററി ഓഫ് മൈക്രോസ്കോപ്പ് ഈസ് ബെസ്റ്റ് എവിഡൻസ് ഓഫ് ദ സയൻസ് ആൻഡ് ടെക്നോളജി. ശാസ്ത്രം സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്കും സാങ്കേതികവിദ്യ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കും സഹായകമാകുന്നതിന് ഉത്തമ ഉദാഹരണമാണ് മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തം. പിക്ചേഴ്സ് ഫ്രം simple microscope helped Robert Hooke to observe tiny chambers of the life. To the advanced microscope enabled to understand the secret of life within the tiny chambers. റോബർട്ട് ഹുക്ക് ടൈനി ചേമ്പേഴ്സിനെ സെല്ലെന്ന് കണ്ടുപിടിച്ചുവെങ്കിൽ ആ സെല്ലിലുള്ള മറ്റ് കാര്യങ്ങളെ വിപുലമായ പഠനത്തിന് അഡ്വാൻസ് മൈക്രോസ്കോപ്പുകൾ പ്രയോജനം ആയിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ന്യൂക്ലിയസ്, the regulatory center of the cell. The various proteins produced in the cell play a major role in regulating various activities in the cell. The synthesis of protein is under the control of gene in the chromatic reticulum in the nucleus. അതായത് പ്രോട്ടീൻ സിന്തസിസ് ആണ് സെല്ല് ഏറ്റവും കൂടുതൽ നമുക്ക് റെഗുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. സിന്തസിസ് ഓഫ് പ്രോട്ടീൻ്റെ സിന്തസിസ്. അതിൽ മാത്രമല്ല ജീനുകൾ ക്രോമാറ്റിക് റെറ്റിക്കുലത്തിലാണ് ജീനുകൾ സ്ഥിതി ചെയ്യുന്നത്. അത് ന്യൂക്ലിയസിനെയും നമ്മുടെ ഹെറിഡിറ്ററി സ്വഭാവത്തെയും കൺട്രോൾ ചെയ്യുന്നവയാണ്. ദെൻ പാർട്സ് ഓഫ് ന്യൂക്ലിയസിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഈ സെക്ഷനിലേക്ക് ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്ക് പേജ് 16. What are the parts? Nucleolus, nucleoplasm, chromatic reticulum, nuclear membrane and nuclear pore. First is nucleolus. They are the spherical bodies that play a major role in the synthesis of ribosome. റൈബോസോമുകളുടെ നിർമ്മാണത്തിന് ന്യൂക്ലിയോലസാണ് മേജർ റോള് വഹിക്കുന്നത്. ന്യൂക്ലിയോപ്ലാസം, ഇറ്റ്സ് എ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ന്യൂക്ലിയസിൽ ഫ്ലൂയിഡ് പാർട്ടാണ് ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയോലസ് ആൻഡ് ക്രോമാറ്റിക് റെറ്റിക്കുലം ആർ സീൻ ദെയർ. ന്യൂക്ലിയോലസും ക്രോമാറ്റിക് റെറ്റിക്കുലവും ന്യൂക്ലിയോപ്ലാസത്തിൽ കാണാം. നാരുകൾ പോലെയുള്ള ഭാഗങ്ങൾ. ആ നാരുകൾ പോലെയുള്ള ഭാഗങ്ങളെയാണ് ക്രോമാറ്റിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ദേ ജീൻ ആസ് ദ നെറ്റ്വർക്ക് ഇൻ ദ ന്യൂക്ലിയോപ്ലാസം. ദേ ക്യാരി ജീൻസ്. നമ്മുടെ ഹെറിഡിറ്ററി സ്വഭാവത്തെ ക്യാരി ചെയ്യുന്ന ജീനുകളെ വഹിക്കുന്നതാണ് ക്രോമാറ്റിക് റെറ്റിക്കുലം. Then nuclear membrane is a double-layered membrane that covers the nucleus. ന്യൂക്ലിയസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡബിൾ-ലെയർഡ് മെംബ്രെയിൻ ആണ് nuclear membrane. Then the last part is nuclear pore. There are some pores found in the surface of the nuclear membrane. What's the use? Nuclear pores are the pores in nuclear membrane. They help in the conduction of materials to and from the nucleus. ന്യൂക്ലിയസിൽ നിന്നും പുറത്തു നിന്നും അകത്തേക്കും വസ്തുക്കളിലെ മെറ്റീരിയൽസിൻ്റെ പ്രവാഹം അതുവഴിയാണ്. Next is prokaryotes and eukaryotes. In the cell of the bacteria and the mycoplasma, no nucleus is seen. These organisms are called prokaryotes. Prokaryotes എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയും മൈക്കോപ്ലാസ്മയുമാണ്. അവയിൽ ന്യൂക്ലിയസ് കാണാനില്ല. അതുകൊണ്ടാണ് അവയെ പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്.
eukaryotes in the cell of amoeba, plants and animals. A well-defined nucleus covered with a membrane is seen. ന്യൂക്ലിയസിനെ കവർ ചെയ്തൊരു മെംബ്രെയിൻ ഉണ്ട്, നല്ലവണ്ണം വ്യക്തമായി കാണാവുന്ന ഒരു ന്യൂക്ലിയസും ഉണ്ട്. ദീസ് ഓർഗാനിസംസ് ആർ കോൾഡ് യൂകാരിയോട്സ്. അന്നേരം നിങ്ങൾക്ക് ചോദ്യമുണ്ട്, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. ദെൻ പ്ലാസ്റ്റിഡ്സ്. പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഴങ്ങൾക്ക് കളർ കൊടുക്കുന്ന കുറേ സാധനങ്ങളില്ലേ, നോക്കാം എന്താണെന്ന് നോക്കിക്കേ. പ്ലാസ്റ്റിഡ്സ് ആർ ദ സെൽ ഓർഗനൽ ദാറ്റ് ആർ എക്സ്ക്ലൂസീവ്ലി ഫൗണ്ട് ഇൻ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിൽ കാണപ്പെടുന്ന പ്ലാസ്റ്റിഡ്സുകൾ വർണ്ണകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദർ ആർ 3 types: ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ്. നിങ്ങൾക്ക് ക്ലോറോപ്ലാസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. വാട്ട്സ് എ കളർ? ഗ്രീൻ ആൻഡ് ഹെൽപ്പ് ഇൻ ദ ഫോട്ടോസിന്തസിസ്. നിങ്ങൾ ഇതൊരു 3 ഗ്രൂപ്പ് കോളമായിട്ട് വരയ്ക്കാമോ? ഫസ്റ്റ് ഈസ് കൈൻഡ്സ് ഓഫ് കൈൻഡ്സ് ഓഫ് പ്ലാസ്റ്റിഡ്സ്, കളർ ആൻഡ് ഫങ്ഷൻ. ഫസ്റ്റ് ഈസ് ക്ലോറോപ്ലാസ്റ്റ്, കളർ, ഗ്രീൻ കളർ, ഫങ്ഷൻ, help in photosynthesis. Then second one is chromoplast. Chromoplast are different kinds: xanthophyll, carotene and anthocyanin. Xanthophyll is yellow color, carotene yellowish orange, then anthocyanin red or purple. Parts use these impart color to various parts of plants, especially ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിൽ നമ്മൾ പല കളറായിട്ട് കാണപ്പെടുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ല്യൂക്കോപ്ലാസ്റ്റ്. ല്യൂക്കോപ്ലാസ്റ്റ് ദർ ഈസ് നോ സ്പെസിഫിക് കളർ, അതിന് കളറേ ഇല്ല. അതിൻ്റെ പ്രയോജനം, വാട്ട് ആർ ദ ഫങ്ഷൻ? സീൻ പ്ലെൻറ്റി ഇൻ സെൽസ് വെയർ ഫുഡ് മെറ്റീരിയൽസ് ആർ സ്റ്റോർ. ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്ന ഭാഗങ്ങളിലാണ് ഇവയെ നമ്മൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ലുക്ക് ഹിയർ. Why green color and taste of fruits changed when it ripened? ഫ്രൂട്ട്സ്, പച്ച നിറമുള്ള ഫ്രൂട്ട്സ് ഒക്കെ എങ്ങനെയാണ് പല കളറാകുന്നതും അതിന് മധുരമുണ്ടാകുന്നതും എങ്ങനെയാണ് നോക്കാം. അതിന് കാരണക്കാരാരാണ്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? Then as fruits ripen, chloroplast change to chromoplast. ഇത് ക്ലോറോപ്ലാസ്റ്റ് ഗ്രീൻ കളറാണ്, ഇറ്റ് ചേഞ്ച് ടു ക്രോമോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റ് ഏത് 2-3 കളറാക്കാമെന്ന് നമ്മൾ പഠിച്ചു. യെല്ലോ, ഓറഞ്ച്, റെഡ്, പർപ്പിൾ. ഇത് നമ്മുടെ ബനാനയാണ്. ബനാന കളർ ചേഞ്ച് വന്ന് അവസാനം യെല്ലോയിഷ് യെല്ലോ ആൻഡ് ബ്രൗൺ ഡോട്ട്സ് കണ്ടല്ലോ. ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യും. ആസ് ഫ്രൂട്ട്സ് റൈപ്പൻ, ക്ലോറോപ്ലാസ്റ്റ് ചേഞ്ച് ടു ക്രോമോപ്ലാസ്റ്റ്. ദെൻ എങ്ങനെയാണ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്? എങ്ങനെയാ? സ്റ്റാർച്ച്. ദെൻ വെൻ ഇറ്റ് ഈസ് റൈപ്പൻ, സ്റ്റാർച്ച് ഈസ് കൺവേർട്ടഡ് ടു ഷുഗർ ആസ് ഫ്രൂട്ട്സ് റൈപ്പൻ. അങ്ങനെ ഫ്രൂട്ട്സ് പഴുക്കുന്ന ഉടനെ അതിലെ സ്റ്റാർച്ച് ഷുഗറായിട്ട് മാറും. മനസ്സിലായി കാണുമല്ലോ. ദെൻ ആനിമൽ സെൽ നമ്മൾ പ്ലാന്റ് സെല്ല് പഠിച്ചു കഴിഞ്ഞു. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആനിമൽ സെൽ? ഓർഗനൽസിൻ്റെ കാര്യത്തിൽ മാത്രം പറഞ്ഞാൽ ഏതൊക്കെയാണ്? ആനിമൽ സെല്ലിലുണ്ട്, പ്ലാന്റ് സെല്ലിൽ ഇല്ലാത്ത 2 ഭാഗങ്ങൾ ഏതാണെന്ന് നോക്കി പറയാമോ? മിടുക്കൻ. സെൻട്രോസോം, ലൈസോസോം. സെൻട്രോസോമിൻ്റെ ജോലി എന്താണ് അറിയാമോ? സെൻട്രോസോമിൻ്റെ ജോലി ആർക്ക് പറയാം? Centrosome is the cell organelle that is found only in animal cell. Animal cell മാത്രമേ സെൻട്രോസോം കാണത്തുള്ളൂ. The centrioles that play a major role in the cell division are seen in the centrosome. സെൻട്രോസോമിൽ സെൽ ഡിവിഷനെ സഹായിക്കാനുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട് സെൻട്രോസോമിൽ. What's the use of lysosome? Lysosome contains the digestive enzyme that are required for the destruction of foreign substance entering the cell. It is seen
ഇൻ ആനിമൽസ്. ആനിമൽ സെല്ലിൽ മാത്രമേ കാണത്തുള്ളൂ ലൈസോസോം. ലൈസോസോമിൻ്റെ എന്തുവാ ജോലി? ഇതൊരു ഡൈജസ്റ്റീവ് എൻസൈം ആണെങ്കിലും ഇതിന് ഈ പുറത്തുനിന്ന് വരുന്ന പാർട്ടിക്കിൾസിനെ നശിപ്പിച്ച് കളയുക, ഫോറിൻ ബോഡീസിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുക, നശിപ്പിക്കുക എന്ന ജോലിയാണ് ഇവയ്ക്കുള്ളത്. മനസ്സിലായോ? മനസ്സിലായി. ഇതിന് നമുക്ക് ബാക്കി എല്ലാ ഭാഗങ്ങളും ആനിമൽ സെല്ലിലുണ്ടല്ലോ. അതിനൊരു പടം ഞാൻ തരാം. നമ്മുടെ പാഠപുസ്തകത്തിൽ 18ാമത്തെ പേജ് നമ്പർ 18 ലാസ്റ്റിൽ ഇലിസ്ട്രേഷൻ 1.5 ഇതിലേക്ക് നോക്കൂ. ആനിമൽ സെല്ല്, പ്ലാന്റ് സെല്ലും കോമൺ ആയിട്ടുള്ള ഭാഗങ്ങൾ നടുക്ക് എഴുതണം. പ്ലാന്റ് സെല്ലിൽ മാത്രമുണ്ട് എന്ന ആനിമൽ സെല്ലിൽ ഇല്ലാത്തത് ഇവിടെ എഴുതണം. ആനിമൽ സെല്ലിലുണ്ട് ഉള്ളത് പ്ലാന്റ് സെല്ലിൽ ഇല്ലാത്തത് കണ്ടുപിടിച്ചെഴുതണം. അന്നേരം നമുക്ക് നോക്കാം. ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും കൂടെ ഒന്നിച്ചുള്ളത് ഏതൊക്കെയാണ്? ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിൻ, മൈറ്റോകോൺട്രിയ, ഗോൾജി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോമുകൾ, സൈറ്റോപ്ലാസം. ഓക്കെ. പ്ലാന്റ് സെല്ലിൽ മാത്രമുണ്ട് എന്നാൽ ആനിമൽ സെല്ലിൽ ഇല്ലാത്തതോ? സെൽ വാൾ, ക്ലോറോപ്ലാസ്റ്റ്, ബിഗ് വാക്യൂൾസ്. യെസ്. എന്നാൽ പ്ലാന്റ് സെല്ലിലുണ്ട്, ആനിമൽ സെല്ലിൽ ഇല്ലാത്തതോ? ഓൺലി 2 ഓർഗനൽസ്, സെൻട്രോസോം ആൻഡ് ലൈസോസോം.